രാഷ്ട്രീയ കേരളം അതീവ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മാസപ്പടി കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി പുറത്തു വന്നിരിക്കുകയാണ്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് കരിമണൽ കമ്പനിയായ CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായും തള്ളി. ഇതോടെ കേസിൽ ഇഡിക്ക് അന്വേഷണവുമായി ശക്തമായി മുന്നോട്ട് പോകാം. സുപ്രീം കോടതിയെ സമീപിക്കാൻ സമയം വേണമെന്ന കമ്പനിയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ നിയമപരമായ നിരവധി തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ CMRL ശ്രമിച്ചിരുന്നു. എന്നാൽ കമ്പനി ഉന്നയിച്ച സാങ്കേതികവും നിയമപരവുമായ വാദങ്ങളെല്ലാം ഒന്നൊന്നായി പൊളിച്ചടുക്കുന്നതായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പുതിയ ഉത്തരവ്. അന്വേഷണ ഏജൻസിയുടെ നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ചയുണ്ടെന്നായിരുന്നു CMRL കോടതിയിൽ പ്രധാനമായും വാദിച്ചത്. ഒരു കേസിൽ ഇഡി അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് ഔദ്യോഗികമായി ECR രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. ഈ കേസിൽ അത്തരമൊരു റിപ്പോർട്ട് കൃത്യമായി രജിസ്റ്റർ ചെയ്യാതെയാണ് ഇഡി തങ്ങൾക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതെന്നും അതിനാൽ ഈ നടപടികൾ റദ്ദാക്കണമെന്നുമായിരുന്നു CMRL അഭിഭാഷകരുടെ പ്രധാന വാദം. എന്നാൽ ഈ വാദം നിയമപരമായി ഒട്ടും നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ECAR സംബന്ധിച്ച കമ്പനിയുടെ ആക്ഷേപങ്ങൾ കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കേന്ദ്ര ഏജൻസികൾ തങ്ങളെ വ്യക്തിപരമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന തരത്തിലുള്ള ആരോപണങ്ങളും കോടതിയിൽ വിലപ്പോയില്ല. കമ്പനി MD ശശിധരൻ കർത്തയും 5 ഉദ്യോഗസ്ഥരും സംയുക്തമായി ഇഡി അന്വേഷണത്തെ ചോദ്യം ചെയ്ത് കോടതി സമീപിച്ചിരുന്നു. ഇഡിയെ തുടർച്ചയായി ഇടപെടലുകൾ തങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ കടുത്ത ലംഘനമാണെന്നായിരുന്നു കമ്പനിയുടെ ഹർജിയിലെ മറ്റൊരു ആക്ഷേപം. എന്നാൽ കേന്ദ്ര ഏജൻസിയുടെ ഈ അന്വേഷണം തികച്ചും നിയമപരമാണെന്നും അതിൽ യാതൊരുവിധ ലംഘനങ്ങളും നടന്നിട്ടില്ലെന്നും നിരീക്ഷിച്ച ഡിവിഷൻ ബെഞ്ച് കമ്പനിയുടെ ഹർജി അപ്പാടെ തള്ളുകയായിരുന്നു. ഈ നിർണായക വിധിയോടെ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇഡി സ്വീകരിച്ച നടപടികളെല്ലാം നിയമവിധേയമാണെന്ന് കോടതി അടിവരയിട്ട് സ്ഥാപിക്കുകയായിരുന്നു. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഏജൻസികളുടെ കൈകൾ കെട്ടാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് കോടതി നൽകുന്നത്. ഇതോടെ യാതൊരുവിധ സാങ്കേതിക തടസ്സങ്ങളുമില്ലാതെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ അന്വേഷണം നടത്താൻ ഇഡിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇപ്പോഴത്തെ ഈ വിധി പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഇതിനു മുൻപും നിയമ പോരാട്ടങ്ങളിൽ കരിമണൽ കമ്പനിക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ മുൻകാല കോടതി ഉത്തരവുകളും അതിനെ തുടർന്ന് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ ചലനങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഇഡി ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സിംഗിൾ ബെഞ്ചും കമ്പനിയുടെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ആദ്യം സമീപിച്ചത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെയായിരുന്നു. എന്നാൽ ഇഡി അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് അന്ന് ഉത്തരവിട്ടു. വിധി വന്നതിന് തൊട്ടു പിന്നാലെ തങ്ങൾക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ സമയം വേണമെന്നും അതുകൊണ്ട് 2 ആഴ്ചത്തേക്ക് ഈ ഉത്തരവ് നടപ്പാക്കുന്നത് തടയണമെന്നും കമ്പനി അഭിഭാഷകർ കോടതിയിൽ അവകാശപ്പെട്ടു. എന്നാൽ അന്ന് സിംഗിൾ ബെഞ്ച് ആ ആവശ്യം കർശനമായി നിഷേധിക്കുകയാണ് ചെയ്തത്. കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ലഭിച്ചതോടെ അന്വേഷണ ഏജൻസി തങ്ങളുടെ നടപടികൾ അതിവേഗത്തിലാക്കി. സിംഗിൾ ബെഞ്ച് കമ്പനിയുടെ തടസ്സവാദങ്ങൾ ന്യായീകരിച്ചതോടെ ഇഡിക്ക് പരിശോധനകളുമായി മുന്നോട്ടു പോകാൻ പൂർണ്ണ അനുമതി ലഭിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ 12 പ്രധാന കേന്ദ്രങ്ങളിൽ ഇഡി ഒരേ സമയം റെയ്ഡ് നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും ശേഖരിക്കാൻ ഈ പരിശോധനകളിലൂടെ ഇഡിക്ക് സാധിച്ചു. അന്ന് സിംഗിൾ ബെഞ്ച് നൽകിയ അതേ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും CMRL നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ അപ്പീൽ പൂർണ്ണമായും തള്ളിയതോടെ മുൻപ് നടത്തിയ റെയ്ഡുകളിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിലെ തുടർന്നുള്ള ശക്തമായ നടപടികളിലേക്ക് കടക്കാൻ ഇഡിക്ക് നിയമപരമായ വലിയൊരു വാതിൽ കൂടി തുറന്നു കിട്ടിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ നിയമപരമായ മറ്റു വഴികൾ തേടാൻ കമ്പനി ശ്രമിച്ചെങ്കിലും കോടതി ഇതിന് അനുമതി നൽകിയിട്ടില്ല. ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ 2 ആഴ്ചത്തേക്ക് ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും CMRL അഭിഭാഷകർ വീണ്ടും ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യവും കോടതി കർശനമായി തള്ളുകയായിരുന്നു. ഇതോടെ ഇഡിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ നിർണായക വിധിയോടെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും മാസപ്പടി കേസ് സജീവ ചർച്ചയാവുകയാണ്. പ്രതിപക്ഷ ഭരണപക്ഷ നേതാക്കൾ ഉൾപ്പെട്ടിരുന്ന കേസായതുകൊണ്ട് തന്നെ ഇഡിയുടെ അടുത്ത നീക്കങ്ങൾ ആരെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ ഉലയ്ക്കുമെന്ന് ഉറപ്പാണ്.